ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ജലജ ദേവേനയോട് പറയുവാണ്, അങ്ങനെ എൻ്റെ മകന് ശാപമോക്ഷം കിട്ടി, ഒരുപാട് കാലം കൂടി അവനോടൊരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ പോവാണല്ലോ, അതിൻ്റെ സന്തോഷം ഏതായാലും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഓ ഒരു ബ്രാഞ്ച് കിട്ടിയതിൻ്റെ സന്തോഷമാണ് നിനക്ക്, ഏതായാലും അവനോട് അത് നേരെ ഒന്ന് നോക്കിക്കൊണ്ട് നടത്താൻ പറ എന്ന് പറയുമ്പോഴേക്കും, അതെ അബിയോടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏട്ടത്തി പറയേണ്ടത്, സ്വന്തം മോനോടാണ് എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അത് പറയേണ്ടത് ആരോടാണ് എന്ന് എനിക്കറിയാം, ആദ്യം നീ നിൻ്റെ മോനെ നേരെ നടത്താൻ നോക്ക്, അതാ നല്ലതെന്ന് പറയും. ഇവരെ എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് അബിയും നവിയും കൂടി ഇറങ്ങി വരും. നേരെ ജലജ അബിയോട് പറയും, എടാ വല്യമ്മയുടെ കാലോട്ട് അനുഗ്രഹം മേടിക്കാൻ പറയും. അനുഗ്രഹം മേടിക്കുമ്പോൾ അങ്ങ് ഇഷ്ടക്കേടാണ് കേട്ടോ ദേവേനിക്ക്, അബിയുടെ മുഖത്തോട്ട് നോക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ ജലജ അത് നവിയോട് പറയുന്നുണ്ട്. അനുഗ്രഹം കൊടുക്കുമ്പോൾ അവളുടെ മുഖം ഒന്ന് നോക്കി, ഒന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനുഗ്രഹം മേടിച്ചങ്ങ് എഴുന്നേൽക്കുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും നേരാവണം നന്നാകാൻ നോക്ക് നീ, എന്നിട്ട് സ്വന്തം കാര്യം നോക്കി നന്നായിട്ട് ജീവിക്കാൻ നോക്കുക എന്ന് പറയും. ഇങ്ങനെ സംശയത്തോടെ നോക്കും കിട്ടും അബി. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഒരു ബ്രാഞ്ച് നിനക്ക് സ്വന്തമായിട്ട് കയ്യിലോട്ട് കിട്ടിയല്ലോ, അത് നേരാവണ്ണം നോക്കി നടത്താനാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജലജ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ മോന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ സ്വന്തം മോന് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ദേവേനിയോട് ജലജ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഈവൻ ഒരു ബ്രാഞ്ച് ജോയിൻ ചെയ്യാൻ പോവല്ലേ, ഇന്നെങ്കിലും നിന്റെ നാവ് പിഴയ്ക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നവി ചോദിക്കും, ഇതെന്താ വല്യമ്മേ ഇങ്ങനെ സംസാരിക്കുന്നത്, അവനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്കാണ് ആദർശും നയനയും കൂടെ വരുന്നത്. അന്നേരം ജലജ പറയുവാണ്, ഇവന് ഈ ബ്രാഞ്ച് കൊടുക്കുക എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ട് ഇന്നാണ് അവൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഇത്രയും വൈകിപ്പിച്ചത് ആദർശ് ഒറ്റ ഒരാളുടെ പിടിവാശിയാണ് എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അങ്ങനെ ആദർശേട്ടൻ പിടിവാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അപ്പച്ചിയുടെ മോൻ തന്നെയാണ്. അപ്പോഴേക്കും നവി അത് കയറി പിടിക്കും കേട്ടോ. എന്നിട്ട് നവി ചോദിക്കും, എന്താടി അബിക്ക് ഇത്ര പ്രശ്നം, ആദർശേട്ടൻ ചെയ്ത പോലെയുള്ള തെറ്റുകളൊന്നും അബി ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ദേവയാനിക്ക് ദേഷ്യം വരും. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ, അതല്ല ഞാനിപ്പോൾ വിളിച്ച് പറയണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്ക് അബിക്ക് ചെറിയൊരു ടെൻഷൻ ആകുന്നുണ്ടേ. അന്നേരം പെട്ടെന്ന് ആദർശ്, അമ്മ എന്തായി പറയുന്നത്, അമ്മ മിണ്ടായിരിക്കുമെന്ന് പറയും. എന്നിട്ട് അബിയോടായിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു ബ്രാഞ്ച് തന്നിട്ടുണ്ട്, അത് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നോക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അവൻ തെറ്റ് ചെയ്തു എന്ന്, എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത്, അവൻ വിവാഹത്തിന് മുമ്പ് കുറെ പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ട്, അതാണ് വലിയ കാര്യം. ഏതായാലും നവിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നവി പ്രേമിച്ചു തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നവി പറയും, ഓ അബി പ്രേമിച്ചത് തന്നെയേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ചിലരെ കാണിക്കുന്ന പോലെ കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടാക്കിയിട്ടൊന്നുമല്ല, എത്രയും വലിയ തെറ്റൊന്നും ഏതായാലും അബി ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയും. അന്നേരം ഇത് കേൾക്കുന്ന ദേവയാനിക്ക് അങ്ങ് ഭയങ്കരമായിട്ടും കയറി വരുന്നുണ്ട് കേട്ടോ. അന്നേരം ആദർശ് അബിയോട് പറയുവാണ്, നീ ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, എന്നാൽ നീ ആ കാര്യം നടത്താൻ നോക്കുക, ആവശ്യമില്ലാത്ത സംസാരം ഇന്നിവിടെ ഉണ്ടാക്കേണ്ട, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാനല്ലല്ലോ ഏട്ടാ സംസാരിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നവ്യ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഓരോ സീൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അബിയുടെ മുഖത്ത്. ഏതായാലും അബി അങ്ങോട്ട് പോകുന്നു. പുറകെ നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ദേവയാനി ആദർശനോട് പറയുന്നുണ്ട്, നിന്റെ അനുഗ്രഹം പോലും മേടിക്കാതെയാണ് അവൻ പോയത് എന്ന്. അന്നേരം ജലജ പറയാണ്, ശരിക്കും ഏട്ടൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അവൻ പോകേണ്ടത്, ആദർശ് പ്രത്യേകിച്ച് MD ആയിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ സ്വഭാവ ഗുണം കൊണ്ട് അബിയേക്കാൾ ഒരുപാട് താഴെയാണ് ആദർശ്, അതുകൊണ്ട് ആദർശിൻ്റെ അനുഗ്രഹമൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നതെന്ന് പറയാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ജലജെ നീ നിന്റെ നാവടക്കി വെച്ച് പലരും മൂടി വെക്കുന്നത് കൊണ്ടാണ് ഇവിടെ പലതും കയറി സംസാരിക്കുന്നത്. അത് ഒരുപാട് കാലം ഒന്നും മൂടി വെക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല, എല്ലാം കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ മിണ്ടാതിരുന്നോളാം, ഈ വീട്ടിലെ ഏറ്റവും ചീത്ത ഞാനും എൻ്റെ മോനും ആണല്ലോ, അങ്ങനെയാണല്ലോ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നത്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിയുമ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം സഹിച്ച് എത്ര കാലമാണ് മോനെ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഒരു യുദ്ധം നടക്കുമ്പോൾ സത്യത്തിൻ്റെ ഭാഗമായിരിക്കും ജയിക്കുന്നത്, പക്ഷേ അവിടെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അതിൻ്റെ പേരിൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടാകും, അതിൻ്റെ പേരിൽ ജയിച്ചവരും സങ്കടപ്പെടേണ്ടി വരും എന്നിങ്ങനെ നമ്മളെല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അതൊന്നും കേട്ടുകൊണ്ട്
നിൽക്കില്ല, അവളുടെ ജീവിതം തകരും. അത് പിന്നെ ഈ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും ഇപ്പോൾ അമ്മ തുറന്നു പറയാൻ പോകണ്ട എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആകെ വിഷമമായിട്ടോ ദേവയാനിക്ക്. ദേവേന് പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ഇത് സഹിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോകുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ നയന. പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു തുഷാരയോട് പറയാണ്, നാളെ നമ്മൾ ഇവിടുന്ന് പിരിയാണ്. എനിക്ക് ഇത്രയും നല്ലൊരു പെൺ സുഹൃത്തിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ എല്ലാ ആൺ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തുഷാര അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തുഷാര പറയാണ്, നീ ഏതായാലും ജോയിൻ ചെയ്യുന്ന സ്റ്റേഷൻ സൂപ്പറായിരിക്കും ഉറപ്പാ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേടി. ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെ മിക്കവാറും ഇറങ്ങി പോരേണ്ടി വരും എന്നതാണ് അവരുടെ ഭയം എന്ന് പറയും. നേരെ തുഷാര പറയുന്നുണ്ട്, അങ്ങനെ ജോലി പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഏത് നിമിഷം ജോലി തരാൻ റെഡി ആയിട്ട് ഒരാളുണ്ടല്ലോ നിനക്ക് എന്ന് പറയുമ്പോൾ, നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. ഞാൻ നിൻ്റെ കാമുവിൻ്റെ കാര്യം തന്നെ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ തുഷാര പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ വീട്ടിലുള്ളവരിലെല്ലാവരും ഇതറിയുമെന്ന് അറിഞ്ഞിട്ടും റിസ്ക് എടുത്ത് നിന്നെ ഫോളോ ചെയ്യുന്നത്, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നതും എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുവാണ്, അവൻ അങ്ങനെ പല ചിന്തകൾ കാണും, പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, അതിനോട് 100% സത്യസന്ധത പുലർത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും തുഷാര പറയുന്നുണ്ട്, എടി മോളെ, നീ ഒരു തവണ അവനെ മിസ് ചെയ്തു, പക്ഷേ ഇനി അവനെ നിനക്ക് കിട്ടുവാണെങ്കിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവനെ വിട്ട് കളയരുത്. അനാമികയുടെ സ്വഭാവവും അവളുടെ ചീത്ത നടപ്പും എല്ലാം അവൻ നിന്നിലേക്ക് എത്തിക്കുന്നത് അവൾ അങ്ങനെയുള്ളവളായതുകൊണ്ട് അവളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നീ അവനെ കൈവിടരുത് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ തുഷാര പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഇങ്ങനെ പറയും, ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടിയല്ലേ ഒരുമിച്ചുള്ളൂ, അതുകൊണ്ട് ഒന്ന് പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം സംസാരിച്ചൊന്ന് കറങ്ങിയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് തുഷാര അപ്പുറത്തേക്ക് റെഡിയാകാൻ പോകുമ്പോഴേക്കും നന്ദുവിന് ആകെ വിഷമമാട്ടോ. നന്ദു ഫോൺ എടുത്ത് അനിയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി വിഷമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ആദർശനോട് പറയാണ്, നാളെയാണ് നന്ദു തിരിച്ചു വരുന്നത്, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനെ അവൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ മുത്തശ്ശൻ്റെ സ്വഭാവം നിനക്കറിയാലോ, മുത്തശ്ശൻ ആർക്കു വേണ്ടി അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ എന്തോ നിൻ്റെ കുടുംബത്തിൻ്റെയും മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തു തരുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പക്ഷേ നമ്മുടെ കൺമുൻപിൽ അവൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് പറയാണ്, അവൾ ഇതിനു മുൻപ് പറഞ്ഞത് ജോലി കിട്ടിയിട്ട് വിവാഹം മതിയെന്നല്ലേ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ചെറുക്കനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതാണ് ആദർശയുടെ ഏറ്റവും വലിയ പ്രശ്നം, അവളുടെ മനസ്സിലും അനിയുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോഴും അനിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ മുഖത്തെ ആ ഭാവം ശ്രദ്ധിച്ചായിരുന്നോ? അവനെപ്പറ്റി പറയുന്നത് കേൾക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടുപേരും ബാക്കിയുള്ളവരെ പേടിച്ചങ്ങ് പുറത്തേക്ക് കൂടുതൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയാണ്, നന്ദുവിൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അനിയും നന്ദുവും കൂടെ ഒന്നാകും എന്നുള്ള ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടിയേനെ, ഇവിടെ അനാമികയുടെ വായി അടപ്പിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഒരിക്കലും നന്ദു അനിയുമായിട്ട് യോജിക്കാനൊന്നും പോകുന്നില്ല, അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കുന്നതിനെ പറ്റിയോ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ഒരു കുറുക്ക് വഴി ഞാൻ നോക്കുകയില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം തുറന്നു പറഞ്ഞാനേ, അവർ തമ്മിലായിരുന്നു പരസ്പരം ചേരേണ്ടത്, അങ്ങനെയായിരുന്നെങ്കിൽ ഈ കുടുംബത്തിനകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. പിന്നെ 3 പെൺമക്കളെ ഇങ്ങോട്ട് വിട്ട് എന്നൊക്കെ നാട്ടുകാർ ചിലപ്പോൾ കുറ്റം പറഞ്ഞിരിക്കും, പക്ഷേ അതായിരുന്നു ഏറ്റവും നല്ലത്, ഈ കുടുംബത്തിൽ സമാധാനം കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുമ്പോൾ നവിക്ക് ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭി ഇങ്ങനെ ജോയിൻ ചെയ്തു, അവിടെ ജനറൽ മാനേജർ അഭിനന്ദൻ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെയാണ് കേട്ടോ. ഏതായാലും ആ പേരൊക്കെ ഒന്ന് നോക്കി ഒന്ന് അഭിമാനം കൊണ്ടതിന് ശേഷം ഫോൺ എടുത്ത് വിളിക്കുന്നു. എന്നിട്ട് സ്റ്റാഫിനെ എല്ലാവരെയും എനിക്കൊന്ന് കാണണം, ഇപ്പോൾ തൽക്കാലം 2 ലേഡി സ്റ്റാഫിനെ ഇങ്ങോട്ട് വിടുമെന്ന് പറയും. എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുകയാണ്, കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരാണെങ്കിൽ ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി അത്യാവശ്യം കാണാൻ കൊള്ളുന്ന പെൺപിള്ളേരെ നിയമിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ 2 പെൺകുട്ടികൾ അങ്ങോട്ട് വരും. കാണുമ്പോൾ വലിയ തൃപ്തിയൊന്നുമില്ല, എങ്കിലും അവരോട് സംസാരിക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, ഇവിടുത്തെ MDക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇവിടെ നിയമിച്ചത്, ഞാനാണ് അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് എന്നെ അനുസരിച്ച് നിന്നോണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. എക്സ്ക്യൂസ് മീ, മേ ഐ കമിൻ എന്ന് ചോദിക്കുമ്പോഴേ അബി അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ. തന്നോട് ആരാടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഗെറ്റ് ഔട്ട് എന്ന് പറയും. പക്ഷെ അങ്ങേര് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, നേരെ അകത്തോട്ട് കയറി വന്നിട്ട് ഒരു കവർ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ്. അത് നോക്കിയിട്ട്, ഓ തന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോ,
അവിടെ ബ്രാഞ്ച് നോക്കിയിരുന്നത് താനല്ലേ, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് നിയമിച്ചത് ആദർശ് സാറാണ് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, എന്നെ മൂർത്തി സാറും വിളിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു സാറിന് ഇത്തിരി പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെയും കൂടെ മേൽനോട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അഭി പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അങ്ങനെ വേണമെന്നാണ് എന്നോട് MDയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാർ എന്ത് തീരുമാനം ഇവിടെ എടുത്താലും ഞാനും അറിയണം, എങ്കിൽ മാത്രമേ ആ കാര്യം നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മേലെ ഒരു ജനറൽ മാനേജർ ഇവിടെ വേറെയോ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ജനറൽ മാനേജർ അല്ല, സാറിനും താഴെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോട് കൂടെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അഭിക്ക്. അന്നേരം അഭി പറയും, ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ നടക്കുകയോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഏതായാലും എന്നെ നിയമിച്ചത് MD ആണ്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ MDയോട് വിളിച്ച് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന പെൺപിള്ളേർക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടേ. അപ്പോഴേക്കും അഭി ചോദിക്കും, നിനക്കൊക്കെ ചിരി വരുന്നുണ്ടോടി എന്ന് ചോദിക്കും. ഇല്ല സാർ, ഞങ്ങൾ ചിരിച്ചില്ല എന്ന് പറയുമ്പോൾ ചിരി വരുന്നതായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ഒരുപാട് ചിരിക്കൊന്നും വേണ്ട. ഈ MD എന്ന് പറയുന്ന ആദർശുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പഠിച്ചത് എന്നിൽ നിന്നാണ്, അതിനുശേഷമാണ് അവൻ MD ആയത്. ഇപ്പം അവനു മേളിൽ ഞാൻ വളരരുത്, അതിനുവേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുഴപ്പമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വലിയ പൊങ്ങച്ചം പറയുന്നുണ്ട് കേട്ടോ അഭി. പിന്നീട് ആദർശിനെ കാണിക്കുന്നു. ആദർശ് അങ്ങോട്ടേക്ക് ജയൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എടാ അഭി ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിൽ നീ വേറൊരു മാനേജറെ കൂടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, അങ്ങനെ ചെയ്യണമെന്ന് അച്ഛനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചെയ്തത്. കോഴിക്കോട് ബ്രാഞ്ചിലെ മാനേജറെയാണ് അങ്ങോട്ട് മാറ്റിയത് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അവൻ എന്നെ വിളിച്ചു, അവൻ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ വീട്ടിൽ പോയിരുന്നോട്ടെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ അവിടെ ജോയിൻ ചെയ്താൽ മതി, അവിടെ കാര്യങ്ങളെല്ലാം ആളായിരിക്കും നോക്കുന്നത്, അവൻ ആ ക്യാബിനിൽ പോയി ഒന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയുവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൻ ഇത് തന്നെ വേണം, എല്ലാ കാര്യങ്ങളും വേറൊരു ആളെ മേൽനോട്ടത്തിന് വെച്ച് ഏതായാലും നന്നായി, അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയായിരുന്നു ചെയ്യേണ്ടത്, പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ല എന്നോർത്താണ് ബാക്കിയുള്ളവൻ ഇതെല്ലാം സഹിക്കുന്നത്, ഏതായാലും കൂടുതൽ സ്വാതന്ത്ര്യം അവന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ ജയൻ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയും, ഇനി അവൻ എന്നെ വിളിച്ച് പരാതി പറയുകയാണെങ്കിൽ ഞാൻ ഇത്തിരി കടുപ്പിച്ച് തിരിച്ച് സംസാരിച്ചോളാം, ഒരു വിട്ടുവീഴ്ചയും അവൻ്റെ ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് തന്നെ ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, അത് അത്രയേ ഉള്ളൂ, അവൻ ഇതിനു മുമ്പ് നോക്കിയ ബ്രാഞ്ചിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം, അവനെ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തിരിമറികൾ നടക്കും, പിന്നെ ആ ബ്രാഞ്ച് ഉണ്ടാവും എന്ന് പോലും അറിയത്തില്ല, ഏതായാലും അവനും അവൻ്റെ ഭാര്യയ്ക്കും തൃപ്തിയാകാൻ വേണ്ടി അവൻ്റെ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ വന്നിരുന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ മാനേജർ നോക്കിക്കോളും, എങ്കിലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് തന്നെ ആദർശ് വീണ്ടും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനോട് മുത്തശ്ശി പറയും, കുറേ നാളായി ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് നടത്തിയിട്ട് ഒന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് ജലജ വരും. അന്നേരം ജലജ ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് എത്ര ബ്രാഞ്ചാണ് കൊടുത്തേക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം അത് നിനക്കറിയത്തില്ലേ, 3 ബ്രാഞ്ചാണെന്ന് മുത്തശ്ശിയും പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവയ്ക്കൊരു ബ്രാഞ്ചല്ലേ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് പോലും അവിടെ അവനെ നിയന്ത്രിക്കാൻ വേണ്ടി വേറൊരു മാനേജറെ വെച്ചിരിക്കുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ, അതെന്തിനാ അങ്ങനെ, അത്രയ്ക്ക് കഴിവില്ലേ അവൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും മാനേജർമാരെ വെച്ചിട്ടുണ്ട്, ഇവനും മാനേജറിനെ വെച്ചിട്ടുണ്ട്, ഇവർക്ക് പരിചയസമ്പന്നത കുറവാണ്, അതുകൊണ്ട് തന്നെ വേറൊരു മാനേജറെ കൂടി വെച്ചിരിക്കുന്നത്, ആദർശന് അതിൻ്റെ ആവശ്യമില്ല, ഒരു ക്യാബിനിലിരുന്ന് അവനെ എല്ലാം നിയന്ത്രിക്കാൻ അറിയാമെന്നിങ്ങനെ പറയുമോ മുത്തശ്ശൻ. അന്നേരം ജലജ, ആദർശൻ ഒരു ക്യാബിനിൽ നിന്ന് ഇരുന്ന് എല്ലാവരെയും അങ്ങ് നിയന്ത്രിക്കാൻ അറിയാം, അതിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വരണ്ട, അവനിപ്പോൾ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് അവനോട് നോക്കി നടത്താൻ പറ, അങ്ങനെ നോക്കി നടത്തിയാൽ തന്നെ അവന് ശമ്പളം കൂടുതൽ കിട്ടും, പിന്നെ വർഷം ആ ബ്രാഞ്ച് മെച്ചമായിട്ടാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവും കിട്ടും, അതിലൂടെ അവന് വളരാനായിട്ട് നോക്കാൻ പറ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. അന്നേരത്തേക്ക് ജലജ, അല്ലെങ്കിൽ എന്നോട് മോനോട് ഇവിടെ തിരിച്ചു വ്യത്യാസമാണല്ലോ, അതാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇവിടെ തുല്യനീതി ഒന്നുമല്ല എല്ലാവർക്കും കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കേണ്ട നീതി ഞാൻ കൊടുക്കുന്നുണ്ട്, അതിലപ്പുറം ആരും പിടിച്ചു വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തു, എന്നിട്ട് അവന് യാതൊരു കുഴപ്പമില്ല, ഇതല്ല എനിക്കറിയാം, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇനി നീ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങ് പറയുവാണ്. അന്നേരം ഇത്തിരി വിഷമത്തോടെ ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.